ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എം ടോക്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണതെന്ന് പറഞ്ഞാൽ ദുബായിലത്തെ ഗ്രീൻ പ്ലാനറ്റിക്കാണ്. അവിടെ ഈ കുറേ ജീവികളിനെ പുറത്തേക്ക് ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണാനാണ് പോണത്. അവിടെ ഇതാണ് സ്ഥലം. അതിൻ്റെ നടുക്കിൽ കുറച്ച് ഒരു മരമുണ്ട്. അതൊക്കെ അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലെല്ലാ കിളികളും മൃഗങ്ങളൊക്കെ ഉണ്ടാവും. ആ മരത്താണ് ജീവനുള്ളതാണ് ശരിക്കത്തെ. പിന്നെ ഞാനവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. അതിൻ്റെ അടിയിലാന്ന് വെച്ചെങ്കിൽ നിറച്ച് ഈ അക്വേറിയമൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ എന്നിട്ട് പിന്നെ നടുക്കിലത്തെ ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരാമുണ്ട്. അത് ഇങ്ങനെ ഒളിച്ചൊളിച്ച് കളിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോൾ അപ്പോൾ അത് തലയൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് നീന്തിപ്പോയി. ഞങ്ങൾ കുറച്ച് നേരം അതിന് നോക്കി കളിച്ചു. പിന്നെ അവിടെ ചുറ്റും ഈ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അക്വേറിയമാണ്. അപ്പോൾ നാല് നിലകളുണ്ട്. നാലാമത്തെ നിലയിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുക. പിന്നെ എൻട്രിയിൽ ചെല്ലുമ്പോഴാണ് ഈ വ്യൂ കിട്ടുന്നത്. പിന്നെ ഈ മരങ്ങളൊക്കെ വേരൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഒരു മഴയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഞങ്ങൾ ആ മഴയുടെ സീനൊക്കെ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇതിൽ അവസാനമാകുമ്പോൾ ഇടാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആമ. ഇത് കണ്ട നിറച്ച് പുള്ളികളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് കളിക്കേണ്ടിയിരുന്നു. പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളവിടെ അടിയിൽ നോക്കി കിടക്കുമ്പോൾ അക്വേറിയത്തിട്ട് വേറെ സൈഡ് കണ്ടു. അതെന്ന് പറഞ്ഞാൽ ഈ മീനുകളിൽ തന്നെ പല കളറായിരുന്നു. പിന്നെ ഈ മുകളിൽ നിന്ന് ലൈറ്റ് അടിച്ചിട്ട് ഈ മീനുകളിലൊക്കെ പല പല കളറിലായിരുന്നു കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ അടുത്തേക്കായിരുന്നു. അപ്പോൾ നല്ല ഒച്ചയും ബഹളമായിരുന്നു. ഈ തത്തമ്മകളൊക്കെ കിടന്നിട്ടേ ഈ ഒച്ചയും. പിന്നെ അത് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു പഞ്ചവർണ്ണ തത്ത ഇരിക്കുന്നത് കണ്ട മുകളിലിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ സ്ലോത്ത് എന്ന് പറഞ്ഞുള്ള ഒരു ജീവി ഇരിക്കുന്നുണ്ട്. കണ്ട അതാന്ന് വെച്ചെങ്കിൽ മെല്ലെ ഇങ്ങനെ കയ്യും കാലൊക്കെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് അതിന് സ്ലോത്ത് എന്നൊക്കെ വരുന്നത്. പിന്നെ എൻ്റെ സൈഡിൽ ഇരിക്കണ്ടായിരുന്നില്ലേ ആ കിളി, അത് പാവമായിരുന്നു. ഞാൻ തൊടാനൊന്നും പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ലെമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഈ കുരങ്ങൻ്റെയും പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനത്തെ കുറേ എണ്ണം അവിടെ ഇരിക്കേണ്ടിയായിരുന്നു. അതാണ് ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് കൂടുതൽ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചവർണ്ണ തത്ത. പിന്നെ ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഓരോന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്കൊരു മഴയൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇതുവഴി പോകുമ്പോഴാണ് ഈ മുകളിൽ ലെമർ എന്ന് പറഞ്ഞ സംഭവമില്ലേ അതവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പാമ്പിനെ തൊട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒരു പശ പോലെയാണ് അതിൻ്റെ മേത്ത് തൊടുമ്പോണ്ടായിരുന്നത്. ഞാൻ അനിയത്തിയും അമ്മയൊക്കെ തൊട്ടേക്ക്. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല, വലിയ സുഖമൊന്നുമില്ല. പക്ഷെ ആ ചേച്ചി കയ്യിലെടുത്തിരിക്കുന്നത് കാണുമ്പോൾ വിചാരിക്കും വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പിന്നെ അത് ലെമറിനെ അടുത്ത് വെച്ച് കണ്ടു. പൂച്ചയുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ തണുപ്പിക്കും ഇടയ്ക്ക് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും ഇവർ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളികൾക്കൊക്കെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ചൂട് സമയമല്ലേ, അപ്പോൾ അവർക്ക് തണുക്കാനായിട്ട് ഇങ്ങനെ പുക പോലെ അവരുണ്ടാക്കി ആക്കും. ഇതിങ്ങനെ കുറേ നേരം ഉണ്ടായിരുന്നു. എൻ്റെ കൈമൊക്കെ ഇങ്ങനെ മഴത്തുള്ളി പോലെ തുടങ്ങി ഇത് വീണ്. പിന്നെ കണ്ടത് ഒരു പ്രാവ് പോലത്തെ ഒരു കോഴിയാണ്. അത് ഈ മയിലിൻ്റെ പോലെ തലയിൽ ഇങ്ങനെ ഒരു കിരീടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരാളുടെ കൈക്ക് ഇങ്ങനെ ഒരു പാറ്റ പോലത്തെ ഒരു ജീവനെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് എട്ടുകാലികളൊക്കെ ഉണ്ടായിരുന്നു. തേരട്ടുണ്ടായിരുന്നു, എട്ടുകാലിയുണ്ട്. പിന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പുറത്ത് ഒരു പ്ലേറ്റ് പോലത്തെ എടുക്കുന്ന മലമ്പമാണ്. ഞങ്ങളിങ്ങനെ അടിയിൽ കൂടെ ചെന്നിട്ട് നോക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മുതല പോലത്തെ ഒരു ജീവിയായിരുന്നു. അതിനധികം കാണാനൊന്നും പറ്റിയില്ല. കുറേ നേരം ഈ കല്ലിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു. വാല് മാത്രമേ കാണണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയതെന്ന് പറഞ്ഞാൽ ഒരു പച്ച പാമ്പ്, നല്ല പച്ച കളർ. പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബിന് ഇതിനൊക്കെ വീഡിയോസ് എടുത്തിറക്കായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒരു കോഴി പോലത്തെ ഒരു ജീവിയുണ്ട്.
അപ്പോഴേക്കും ഇവിടെ ഈ പുക പോലെയൊക്കെ വന്ന് വന്ന് മഞ്ഞ് പോലെ ഇതായി. പിന്നെ നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ കൊണ്ട് എട്ടുകാരി ഒരു പുഴുവിനെ തിന്നുന്നത്. ഇപ്പോഴാണ് ഈ ഇടിവെട്ടൊക്കെ തുടങ്ങുന്നത്. ഇടിവെട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ടാണ് അവർ ഈ ഇടിവെട്ട് ഉണ്ടാക്കുന്നത്. ലൈറ്റിങ്ങും പിന്നെ ഈ സൗണ്ടൊക്കെ കൂട്ടിയിട്ട് അത് ഇതിനൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്യാനാണ്. അവർക്കതിൽ ശരിക്കും കാട്ടിൽ ജീവിക്കണ പോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഉണ്ടാവുന്നത്. 5 മണിക്കാണോ 4:30ക്കാണോ ഓർമ്മയില്ല. അപ്പോൾ ഈ ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും മഴ അങ്ങനെ പെയ്യിപ്പിക്കും. പിന്നെ ഞങ്ങൾ ചെന്നതെന്ന് പറഞ്ഞാൽ ഈ ഈനാം വെച്ചില്ലേ, ആർമഡിലോസ്, അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ പേര്. അതിനെ കാണാൻ പോയി. പിന്നെ ഞങ്ങൾ ചെന്നതെന്ന് പറയാം ഒരു പാമ്പ്, ഈ പുള്ളിപ്പുലില്ലേ അതേപോലത്തെ ഒരു സൈഡിലൊക്കെ ഒരു കളറുള്ള ഒരു പാമ്പ്, അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചെറിയ പാറ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ അടിയിൽ കൂടെ കിടക്കുമ്പോൾ സൈഡിൽ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങളിങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് ചെന്നപ്പോഴാണ് അവിടെ നേരത്തെ പിന്നെ അതിനെത്തി അവിടെ കോഴീനെ ഓടിപ്പിക്കണ്ടായിരുന്നു. നേരത്തെ ഞാൻ കാണിച്ചെന്ന കോഴിയിൽ അതിനെ ഓടിപ്പിച്ച് പറപ്പിച്ച് വിട്ടു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.